ശ്രീ എം എ ബേബി, 6 പതിറ്റാണ്ട് കാലത്ത് മലയാളി നാടക പരിണാമത്തിൻ്റെ 6 പതിറ്റാണ്ട് കാലത്ത് നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഓംചേരി എന്ന നാടക പ്രവർത്തകൻ എന്നും മലയാളിക്ക് ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. എങ്ങനെ ഓർക്കുന്നു അദ്ദേഹത്തെ? ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകനായി എത്തിയ കാലം മുതലുള്ള പ്രിയമാണ് അദ്ദേഹവുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായി. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രശസ്ത ഗായിക ഡോക്ടർ ലീല ഓംചേരി, ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർക്ക് അറിവുള്ളതുപോലെ കരുത്തുറ്റ പുരുഷ ശബ്ദത്തിനുടമയായിരുന്ന കമുകറ പുരുഷോത്തമൻ എന്ന മഹാഗായികന്റെ സഹോദരി കൂടിയായിരുന്നു. അവരുടെ മകൾ ദീപ്തി ഓംചേരി നല്ല മോഹിനിയാട്ടം നർത്തകിയാണ്. ഇവരെല്ലാമായി ഒരു കുടുംബത്തെ പോലെയുള്ള ബന്ധമാണ് ദീപ്തിക്ക് എനിക്ക് ഉണ്ടായിരുന്നത്. വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. പക്ഷെ ഇത് എത്രയോ കാലമായി തുടങ്ങിയതാണ്. AKG, ഇമ്പുച്ചു ബാബ, AC ജോർജ്, PT പുന്നൂസ് ഇവരെല്ലാം പാർലമെന്റ് അംഗങ്ങളായിട്ട് 1952 തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിലുള്ള സമയത്തെ ഒരു സംഭവം ഇത് കേൾക്കുന്നവർക്ക് പലർക്കും പുതുമയുള്ളതായിരിക്കും. അന്ന് AKG യുവാവായ ഓംചേരി സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നാടകമൊക്കെ എഴുതുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ കയർ തൊഴിലാളി സമരം നടക്കുകയാണ്, കഷ്ടപ്പാടും പട്ടിണിയുമാണ്. അവർക്ക് കുറച്ച് പണം സമാഹരിക്കാൻ നിങ്ങളൊരു ചെറിയ നാടകം എഴുതും, നമുക്കത് ഡൽഹിയിൽ അവതരിപ്പിച്ച് കുറച്ച് പണം ശേഖരിച്ച് അയച്ചു കൊടുക്കാം. അങ്ങനെ AKG അനുസരിച്ച് യുവാവായിരുന്ന ഓംചേരി സാർ എഴുതിയ നാടകമാണ് ആ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു എന്നാണ് ആ നാടകത്തിന്റെ ശീർഷകം. ജീവശാസ്ത്ര സങ്കല്പം ലോകത്ത് ലാറ്റിൻ അമേരിക്കയിലൊന്നും അപ്പോൾ ശക്തമായി ആവിർഭവിച്ചു കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ഈ നാടകത്തിന്റെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ പുരോഹിതൻ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സമൂഹത്തിൽ ഇടപെടുന്ന കഥയാണ്. മത യാഥാസ്ഥികതയുമായും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലിജിയനുമായും ഏറ്റുമുട്ടുന്ന ക്രിസ്തുവിന്റെ പാത പിന്തുടരുന്ന ഒരു പുരോഹിതന്റെ കഥയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഡൽഹിയിൽ വെച്ച് എഴുതിയ നാടകം. തിരുവനന്തപുരത്ത് BJP ഹാളിൽ അവതരിപ്പിച്ച നാടകം അതിനു മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന്റെ വിശദാംശത്തിലേക്ക് ഞാൻ പോകുന്നില്ല. നാടകരംഗത്ത് വലിയ പരീക്ഷണങ്ങൾ നടത്തിയ ആള് മാത്രമല്ല, പുതിയ ആശയങ്ങൾ പല നാടകങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഡൽഹി മലയാളി ജീവിതം ഓംചേരി സാറ് ഉൾപ്പെടുന്നതായിരുന്നതല്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ മലയാള പഠിക്കാനുള്ള പദ്ധതി അത് ഡൽഹിയിൽ ശക്തിപ്പെടുത്തുന്നതിലും വ്യാപിപ്പിക്കുന്നതിലും ഓംചേരി സാറിന്റെ സംഭാവന ഉണ്ടായിരുന്നു. ജനസാംസ്കൃതിയുടെ പ്രവർത്തനത്തിൽ, സ്വരലയുടെ പ്രവർത്തനത്തിൽ, ഡൽഹി മലയാളി അസോസിയേഷന്റെ പ്രവർത്തനത്തിൽ, കേരള ക്ലബിന്റെ പ്രവർത്തനത്തിൽ, അങ്ങനെ അദ്ദേഹത്തിന്റെ കഥകളി ക്ലബിന്റെ പ്രവർത്തനത്തിൽ ഇതിനെല്ലാം അദ്ദേഹം സജീവമായിരുന്നു. അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം വിശ്രമിക്കുകയില്ല. ഇതുപോലെ നിസ്തന്ത്രമായ പ്രവർത്തനം 90കളുടെ മധ്യം കഴിഞ്ഞപ്പോഴും അദ്ദേഹം ഭവാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. വളരെ വലിയ നഷ്ടമാണ്. വളരെ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. വൈക്കംകാരനാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി പ്രമാണിച്ച് വൈക്കത്ത് ഞങ്ങൾ ഒരുമിച്ച് പരിപാടിയിൽ പങ്കെടുത്ത് ഓർക്കുകയാണ്. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം അന്നവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ നഷ്ടം സാധാരണ ഉപയോഗിച്ച് പഴകിയ ഒരു വാചകമാണ്, നിർത്താൻ പറ്റില്ല എന്നെല്ലാമുള്ളത്. പക്ഷെ ഓംചേരി സാറ് താരതമ്യമില്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. നന്ദി ശ്രീ എം എ ബേബി, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മളോടൊപ്പം പങ്കുവച്ചതിന്.